ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു 9 വയസ്സായ കുട്ടിക്കുള്ളൊരു ഹാൽറ്റർ നെക്ക് ഫ്രോക്കാണ് തയ്ക്കുന്നത്. ഇതിൻ്റെ കട്ടിംഗ് ആണ് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത്. തുണി ഒട്ടും വേസ്റ്റ് ആവാതെ ഞാൻ കറക്റ്റ് അളവിലാണ് ഇവിടെ മടക്കിയിട്ടുള്ളത്. മടക്കിയ അളവ് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ആദ്യം ഞാൻ ഇതിൻ്റെ ലെങ്ത്താണ് പറഞ്ഞിരുന്നത്. ഇവിടെ യോക്കിന് എനിക്ക് ആവശ്യമുള്ള ലെങ്ത്ത് 11 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് 1.5 ഇഞ്ചും കൂട്ടിയിട്ട് 12 ഇഞ്ചിനാണ് ഇവിടെ ഞാൻ കൊടുക്കുന്നത്. 12.5 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ട് ഞാനിവിടെ ഒരു ലൈൻ വരച്ചെടുത്തു കേട്ടോ. ഇനി ഷോൾഡറിൻ്റെ അളവാണ് എടുക്കേണ്ടത്. നമ്മൾ സാധാരണ ഫ്രോക്കാണെങ്കിൽ നമ്മൾ ആദ്യം എടുക്കുന്നത് നെക്കിൻ്റെ അളവാണ് കേട്ടോ. പക്ഷേ ഇവിടെ നെക്കിൻ്റെ അളവെടുക്കേണ്ട ആവശ്യമില്ല, നെക്ക് ഇതിന് ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഷോൾഡറിൻ്റെ അളവ് 5.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഈ 5.5 ഇഞ്ചിന് തൊട്ട് മുമ്പായിട്ട് 4 ഇഞ്ചും കൂടി കൊടുക്കണം. കൈക്കുഴി 5.5 ഇഞ്ച്. ഇനി കൈക്കുഴി 5.5 ഇഞ്ചിൽ നിന്ന് ഷോൾഡർ 5 ഇഞ്ചിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കണം. ചെസ്റ്റ് വണ്ണം 8 ഇഞ്ചാണ്. അതിന് കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ്. ഇതാണ് തയ്യൽത്തുമ്പ്. ഇതാണ് ഞാൻ പറഞ്ഞത്, തുണി ഒട്ടും വേസ്റ്റ് ആവാതെ കറക്റ്റ് 9.5 ഇഞ്ചിൽ മടക്കിയിട്ടുണ്ടെന്ന്. തുണി മടക്കുന്നതിന് മുമ്പായിട്ട് വീതി 19 ഇഞ്ച് എടുത്തതിന് ശേഷം അതിൻ്റെ നേരെ പകുതി 9.5 ഇഞ്ചിൽ പിടിച്ചിട്ട് തുണി മടക്കിയിടുക. ഇങ്ങനെ മടക്കിയിട്ടാണ് ഞാനിവിടെ തുണി എടുത്തത് കേട്ടോ. താഴെ ഒരു 1/2 ഇഞ്ച് കൊടുക്കാൻ. ഈ 1/2 ഇഞ്ചിൽ നിന്നും നമുക്കിതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി കൈക്കുഴി വരക്കുന്നത് ഇതുപോലെയാണ്. ഈ 4 ഇഞ്ച് കണ്ടില്ലേ, ഈ 4 ഇഞ്ചിൽ നിന്നും ഇവിടേക്ക് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഇനി യോക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കാം. യോക്കിൻ്റെ 2 പാർട്ട് കട്ട് ചെയ്തെടുത്തു. ഞാനിതാ സ്കേർട്ട് പാർട്ടിന് വേണ്ടി കോൺ ഷേപ്പിൽ ഇവിടെ 4ആയി മടക്കിയിട്ടിട്ടുണ്ട്. ആദ്യം ഇതാ 2 മടക്ക് മടക്കി, പിന്നെ വീണ്ടും ഒരു മടക്ക് കൂടി മടക്കി കേട്ടോ. അപ്പോൾ 4 മടക്കുണ്ട് ഇപ്പോൾ. എന്നിട്ട് യോക്കിൻ്റെ ഭാഗം എടുത്തിട്ട് യോക്കിൻ്റെ താഴത്തെ വണ്ണം ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ യോക്കിൻ്റെ താഴത്തെ വണ്ണവും സ്കേർട്ട് പാർട്ടിൻ്റെ മുകളിലത്തെ വണ്ണവും ഒരുപോലെ ആയിരിക്കുമല്ലോ. ഇനി മുകളിൽ വരച്ച ഇവിടെ നിന്നും താഴേക്ക് 26.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. 24.5 ഇഞ്ചാണ് വേണ്ടത്, പക്ഷേ 2 ഇഞ്ച് അധികം ഞാൻ തയ്യൽത്തുമ്പിന് വേണ്ടി എടുത്തേനെ കേട്ടോ. അപ്പോൾ യോക്ക് പാർട്ടിൻ്റെ അടക്കം നമുക്ക് ടോട്ടൽ ലെങ്ത്ത് കിട്ടുന്നത് 35.5 ഇഞ്ചാണ്. സ്കേർട്ട് പാർട്ടിൻ്റെ 24.5 ഇഞ്ചും യോക്ക് പാർട്ടിൻ്റെ 11 ഇഞ്ചും കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 35.5 ഇഞ്ചാണ്. ടേപ്പ് ഇതുപോലെ വെച്ചിട്ട് സ്കേർട്ടിലെ ലെങ്ത്ത് 26.5 ഇഞ്ച് നമുക്കിതുപോലെ അടയാളപ്പെടുത്തിക്കൊണ്ടേ പോകാം. 26 ഇഞ്ച് അടയാളപ്പെടുത്തിയപ്പോൾ ഇതാ ഇത്രയും തുണിയുടെ ഷോർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടേക്ക് എക്സ്ട്രാ തുണി വെച്ചിട്ട് കൂട്ടിച്ചേർക്കുന്നതാണ്. പിന്നെ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഈ മുകളിലത്തെ ഭാഗം അരവണ്ണത്തിൻ്റെ അവിടെ ഉണ്ടല്ലോ, അവിടെ കട്ട് ചെയ്യാനുള്ളത് ഞാൻ പിന്നീട് കട്ട് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം യോക്ക് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ യോക്ക് പാർട്ടിൻ്റെ കൈക്കുഴിയുടെ ഭാഗം ഉണ്ടല്ലോ, കൈക്കുഴിയുടെ ഭാഗത്തേക്ക് ഞാൻ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത്. ക്രോസ് പീസിൻ്റെ നല്ല ഭാഗവും യോക്ക് പീസിൻ്റെ നല്ല ഭാഗവും ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. യോക്കിൻ്റെ 4 കൈക്കുഴിയും കൈക്കുഴിയുടെ ഭാഗത്തും ക്രോസ് പീസ് വച്ച് പിടിപ്പിച്ചു. ഇനി ചെയ്യുന്നത് ഈ തുമ്പടക്കം ഇതുപോലെ പിടിച്ചിട്ട് ആദ്യം
ഇതിലെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ആദ്യം ഇതിലൊരു സ്റ്റിച്ച് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഈ ക്രോസ് പീസ് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി തയ്ക്കുകയും ചെയ്യും ആദ്യം. എന്നിട്ട് പിന്നീട് വേണമെങ്കിലും ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ആദ്യം ഉള്ളിലേക്ക് മടക്കിയിട്ടാണ് തയ്ക്കുന്നതെങ്കിൽ തയ്ക്കുമ്പോൾ ഈ എഡ്ജ് ഉണ്ടല്ലോ, എഡ്ജ് നല്ലോണം ശ്രദ്ധിക്കണം. ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് തുമ്പ് ഇതുപോലെ തന്നെ നിൽക്കണം. കണ്ടോ, എഡ്ജിൻ്റെ ഭാഗം ഇതുപോലെ തന്നെ നിൽക്കണം. എന്നിട്ട് വേണം ഇവിടെ ഇങ്ങനെ മടക്കി, കണ്ടല്ലോ, ഇവിടെ ശ്രദ്ധിക്കുക. ഇതുപോലെ പിടിച്ചിട്ട് വേണം. ഇപ്പോൾ കണ്ടില്ലേ, ഈ എഡ്ജിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഇതുപോലെ പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇനി നമുക്ക് ഇവിടെ സ്റ്റിച്ച് കൊടുക്കാം. കൈക്കുഴിയുടെ 4 ഭാഗവും സ്റ്റിച്ച് ചെയ്തു. ഇനി കോളർ വെച്ച് കൊടുക്കണം. അപ്പോൾ കോളർ വെച്ച് കൊടുക്കാനായിട്ട് ഇതിൻ്റെ 2 സൈഡിൻ്റെയും ഈ അളവൊന്ന് അളന്നെടുക്കണം. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ കറക്റ്റ് 8 ഇഞ്ചാണുള്ളത് കേട്ടോ. അപ്പോൾ 2 ഭാഗത്തെയും ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവും കൂട്ടി ചേർക്കുമ്പോൾ 16 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ കോളർ 16 ഇഞ്ച് അളന്നെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി കൊടുക്കണം. അപ്പോൾ 16 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് കോളർ വെക്കുന്ന തുണിയിൽ നമുക്ക് അളന്നെടുക്കാം. അപ്പോൾ തുണി ഇപ്പോൾ 2ആയി മടക്കിയിട്ടാണ് ഉള്ളത്. അതൊന്ന് ലെവലാക്കി എടുക്കാം. അപ്പോൾ ഇപ്പോൾ തുണി 2ആയി മടക്കിയാൽ 16ൻ്റെ പകുതി 8 ഇഞ്ചാണ് വേണ്ടത്. 8 ഇഞ്ച് ഇവിടെയാണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി കൊടുക്കുക കേട്ടോ. അപ്പോൾ 8.5 ഇഞ്ച്. ഇനി ഇതിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 2.5 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെയാണ് 2.5 ഇഞ്ച്. അറ്റം വരെ 2.5 ഇഞ്ച് അളന്നെടുക്കണം. അപ്പോൾ ഇവിടെ നിന്നും 1/2 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. 1/2 ഇഞ്ച്. അപ്പോൾ ഒരു വളവാണ് ഇവിടെ കൊടുക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു വളവാണ് കൊടുക്കുന്നത്. ഇതുപോലത്തെ 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തു കേട്ടോ. 2 പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം ഇതിന് സെൻറ്ററിലായിട്ടൊരു അടയാളം കൊടുക്കാം. കോളറിൻ്റെ ഒരു അടയാളം കൊടുത്തിട്ടുണ്ടല്ലോ. 1/2 ഇഞ്ചോളം വെട്ടിൽ അടയാളം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും ഈ ലൈൻ വരച്ചിട്ടില്ലേ, ഇതിലൂടെ സ്റ്റിച്ച് പോയിട്ട് ഇവിടെ, അതുപോലെ തന്നെ ഇവിടെ 1/2 ഇഞ്ച് മേലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇതിലൂടെ സ്റ്റിച്ച് അവസാനിപ്പിക്കണം. അപ്പോൾ ഈ കോളർ ഞാനിവിടെ മാറ്റി വയ്ക്കാൻ കേട്ടോ. അപ്പോൾ സിപ്പ് വെച്ചതിന് ശേഷമാണ് കോളർ തയ്ച്ചെടുക്കുന്നത്.
സിബ് വെക്കാനായിട്ട് ഞാനിത് യോക്ക് ഭാഗത്തിൻ്റെ സെൻറ്റർ ഒന്ന് ഇതുപോലെ മടക്കിയിട്ട് കറക്റ്റ് കൈക്കുഴിയൊക്കെ കറക്റ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലെ മടക്കിയിടുക. അതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് സിബ് വെക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഇനി സിബ് വെച്ച് കൊടുക്കണം. ഇത് ബാക്ക് പാർട്ടിലേക്ക് സിബ് വെച്ച് കൊടുത്തു കേട്ടോ. ഇനി കോളർ തയ്ച്ചെടുക്കാം. കോളർ ഇതാ ഇതുപോലെ തയ്ച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇനി കോളർ ഫ്രോക്കിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഞാൻ കഴുത്തിലേക്ക് കോളർ വെച്ച് കൊടുത്തു കണ്ടോ. ഇനി കോളർ ഇതാ ഇവിടെ തുറന്ന് കിടക്കുകയല്ലേ, അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് കുറച്ചൊരു തുമ്പ് ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. ഈ സ്റ്റിച്ച് കണ്ടില്ലേ, ഈ സ്റ്റിച്ചിന് മേലെ കൂടിയാണ് തുണി ഇങ്ങനെ വെക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇതാ ബോഡി പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മോശം ഭാഗത്തേക്ക് മറിച്ചിട്ടിട്ട് ഒരു ഭാഗം കൂട്ടിയിടിക്കുകയാണ്. ബോഡിയുടെ ഒരു ഭാഗം ഞാൻ കൂട്ടിയിടിക്കുകയാണ്. ഇനി ഇതാ സ്കേർട്ടിൻ്റെ ഭാഗം എടുത്തിട്ട് ഇതാ ബോഡിയിലത്തെ ഒരു ഭാഗമാണ് ഇട്ടത്. ഈ ഒരു ഭാഗത്തേക്ക് സ്കേർട്ടിൻ്റെ ഒരു ഭാഗം ഞാൻ കൂട്ടിയിടിക്കുകയാണ്. ഒരു ഭാഗം കൂട്ടിയിടിച്ചോട്ടോ. ഇനി ഈ ഒരു ഭാഗം കൂടി നമുക്ക് കൂട്ടിയിടിക്കാം. ഇനി ഞാനിതാ ഫ്രോക്കിൻ്റെ രണ്ട് ഭാഗവും കൂട്ടിയിടിക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ സ്കേർട്ട് പാർട്ടും ബോഡി പാർട്ടും കൂട്ടി യോജിപ്പിച്ച ഭാഗം ഉണ്ടല്ലോ, അതിന് 1 ഇഞ്ച് മുകളിലായിട്ട് ഇതാ ചെറിയൊരു അടയാളം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തുണി മാത്രമാണ് അടയാളം കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അടിച്ച തുണി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കയറ് വെക്കാനുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ബോഡി കൂട്ടിക്കൊണ്ട് സ്റ്റിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇവിടെയാണ് കയറ് വെക്കേണ്ടതെന്ന്. അതിന് വേണ്ടിയാണ് ഇവിടെ ഒരു അടയാളം കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ രണ്ട് സൈഡും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കയറ് ഇതാ രണ്ട് കയറ് ഞാൻ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബോഡി പാർട്ട് രണ്ട് ഭാഗം കൂട്ടിയടിച്ചു കേട്ടോ. നമുക്ക് ഒരു ഭാഗത്ത് ഇറക്കം മാത്രമാണ് ആവശ്യമുള്ളത്. അതിന് എക്സ്ട്രാ കിട്ടേണ്ടിയിരുന്ന തുണി ഇവിടെ ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തു കേട്ടോ. ഇത് നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ അടിഭാഗം 1.5 ഇഞ്ച് ആണല്ലോ നമുക്ക് തയ്യൽക്കമ്പിന് വേണ്ടി എടുത്തത്, അതിവിടെ മടക്കി തയ്ക്കാം. ഇപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി കേട്ടോ.